നമസ്കാരം. മാണിക്കുളങ്ങര ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ ഫ്ളാറ്റ് നൽകാമെന്ന വ്യാജേന നടന്നത് വൻ തട്ടിപ്പ്. വാടകയ്ക്കെടുത്ത ഫ്ളാറ്റുകൾ ഉടമയറിയാതെ പണയത്തിന് നൽകി പലരിൽ നിന്നായി ലക്ഷങ്ങളാണ് പ്രതികൾ തട്ടിയത്. തട്ടിപ്പ് വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ ദിവസവും ഇൻഫോ പാർക്ക്, തൃക്കാക്കര സ്റ്റേഷനുകളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാഴക്കലയിൽ താമസിക്കുന്ന മിന്റു കെ മണിയാണ് തട്ടിപ്പിലെ പ്രധാനി. ഇയാളെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. എന്നാൽ തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഫ്ളാറ്റ് തട്ടിപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 10 കേസുകളുടെ എഫ്ഐആറുകൾ മറുനാടൻ ശേഖരിച്ചിട്ടുണ്ട്. തൃക്കാക്കര സ്റ്റേഷനിലെ 4 ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ 6 കേസുകളുടെ വിവരങ്ങളാണ് മറുനാടൻ ലഭിച്ചിരിക്കുന്നത്. 100ഓളം പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന. മിന്റു കെ മണി അറസ്റ്റിലായതിന് പിന്നാലെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 4 പ്രതികളാണ് ഉള്ളത്. കാക്കനാട് സ്വദേശിയായ ആശയാണ് തട്ടിപ്പിലെ മറ്റൊരു പ്രതി. ഇവരെ കൂടാതെ മുഹമ്മദ് സാദിഖ്, നിസാം എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സ്വദേശി നൽകിയ പരാതിയിലാണ് കേസ്. 10 ലക്ഷത്തോളം രൂപയാണ് പരാതിക്കാരന് നഷ്ടമായത്. മാണിക്കുളങ്ങര ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ പൂർണ്ണമായും ഫർണിഷ് ചെയ്ത 2 BHK അപ്പാർട്ട്മെന്റ് നൽകാമെന്നായിരുന്നു ഉറപ്പ് നൽകി പ്രതികൾ പണം തട്ടിയത്. കഴിഞ്ഞ മാസം 5-നാണ് പരാതിക്കാരനെ പ്രതികൾ സമീപിക്കുന്നത്. ശേഷം പലതവണകളായി പണം രണ്ടാം പ്രതിയായ ആശയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. വാഴക്കാല, ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഫ്ളാറ്റുകളിലും സമാന തട്ടിപ്പ് നടന്നു. വാഴക്കാല രാമകൃഷ്ണ നഗർ ഭാഗത്തെ മലബാർ സഫ പാലസ് അപ്പാർട്ട്മെന്റിൽ പൂർണ്ണമായും ഫർണിഷ് ചെയ്ത ഫ്ളാറ്റ് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്ന തുതിയൂർ സ്വദേശിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് കേസെടുത്തിരുന്നു. 6 ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്നും പ്രതികൾ തട്ടിയത്. ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകാനുണ്ടെന്ന സമൂഹ മാധ്യമങ്ങൾ വഴിയും OLX ആപ്പുകൾ വഴിയും പരസ്യം നൽകിയാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. കാക്കനാട് മാണിക്കുളങ്ങര റോഡിലുള്ള ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ ഫ്ളാറ്റ് നൽകാമെന്ന് പറഞ്ഞ് ഒരാളിൽ നിന്ന് 8 ലക്ഷവും മറ്റൊരാളിൽ നിന്ന് 6 ലക്ഷം രൂപയും തട്ടിയെടുത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി ലഭിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചതോടെയാണ് കൂടുതൽ പേർ രംഗത്ത് വന്നത്. സമാന രീതിയിലാണ് പ്രതികൾ മറ്റുള്ള പരാതിക്കാരെയും പറ്റിച്ചിരിക്കുന്നത്. 11 മാസത്തേക്ക് കരാർ എഴുതിയാണ് പണയത്തിന് നൽകുന്നത്. 8 മുതൽ 10 ലക്ഷം രൂപയാണ് ഫ്ളാറ്റിനായി വാങ്ങിയിരുന്നത്. കരാർ കാലാവധി തീരുമ്പോൾ നിലവിലെ താമസക്കാരന് പണയത്തുകയുടെ ഒരു വിഹിതം മടക്കി നൽകി ബാക്കി പിന്നെ നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റ് മാറാൻ ആവശ്യപ്പെടും. ഇതിനിടെ ഇതേ ഫ്ളാറ്റ് കാണിച്ച് മറ്റു പലരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിക്കും. പണയത്തുക മുഴുവൻ ലഭിക്കാത്തവരും പണം നൽകിയിട്ടും ഫ്ളാറ്റ് ലഭിക്കാത്തവരുമായി നിരവധി പേരുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. തട്ടിപ്പിൽ പങ്കാളികളായ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.